നമസ്കാരം. സഹകാരി റേസ് പ്ലസിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ഒരു 2 കൊല്ലത്തെ PSC ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ചിട്ട് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് അല്ലേ നോബൽ പ്രൈസ്. അപ്പോൾ 2024 ആയിട്ടില്ല, 2023 നൊബേൽ പ്രൈസ് നമുക്ക് ചെറിയൊരു കോഡ് രൂപത്തിൽ നമുക്ക് എളുപ്പത്തിൽ പഠിച്ചു വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് ഫിസിക്സ്, ഭൗതിക ശാസ്ത്രത്തിലെ നൊബേൽ പ്രൈസാണ്. ഓക്കെ, അപ്പം നൊബേൽ പ്രൈസ് എന്താണ്? ഫെറൻസ് ക്രൂസ്, ജർമ്മനിക്കാരനായിട്ടുള്ള ഫെറൻസ് ക്രൂസ്, പിയർ അഗോസ്റ്റനി, അമേരിക്കക്കാരനായിട്ടുള്ള പിയർ അഗോസ്റ്റനി. ഓക്കെ, അതേപോലെ തന്നെ ആനെ എൽ ഹാലിയർ, സ്വീഡൻകാരിയാണ് ആനെ എൽ ഹാലിയർ. ഈ 3 പേർക്കുമാണ് ഫിസിക്സിൽ സമ്മാനം ലഭിച്ചിരിക്കുന്നത്. 2023 ഫിസിക്സിന് നൊബേൽ പ്രൈസ് ലഭിച്ചത് ആർക്കൊക്കെയാണ്? ഫെറൻസ് ക്രൂസ് ജർമ്മനിക്കാരിയാണ്, പിയർ അഗോസ്റ്റനി അമേരിക്കക്കാരിയാണ്, അതുപോലെ തന്നെ ആനെ എൽ ഹാലിയർ സ്വീഡൻകാരിയാണ്. ഓക്കെ, അപ്പോൾ ദ്രവ്യത്തിലെ ഇലക്ട്രോൺ ഡൈനാമിക്സിൻ്റെ പഠനത്തിന്, ഓക്കെ, അതായത് പ്രകാശത്തിൻ്റെ സൂക്ഷ്മ സ്പന്ദനങ്ങൾ, അതായത് ആറ്റോ സെക്കൻഡ്സ്, ഈ ആറ്റോമിക് സെക്കൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ നാനോ സെക്കൻഡ്സ് ആണ് അല്ലേ? ആ സമയത്തിനുള്ളിൽ ഉണ്ടാകുന്ന പൾസ്, ഓക്കെ, സൂക്ഷ്മ സ്പന്ദനം, പ്രകാശത്തിൻ്റെ ആറ്റോ സെക്കൻഡ്സ് പൾസസ് അല്ലെങ്കിൽ സൂക്ഷ്മ സ്പന്ദനങ്ങൾ സൃഷ്ടിക്കുന്നതിനാണ് നമ്മുടെ ഭൗതിക ശാസ്ത്രത്തിൽ ഈ 3 പേർക്കും എന്ത് ലഭിച്ചത്? നൊബേൽ പ്രൈസ് ലഭിച്ചത്. ഓക്കെ, ഇപ്പം നൊബേൽ പ്രൈസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇല്ലേ, ശാസ്ത്ര മേഖലകളിൽ കിട്ടുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് എന്ത്? നൊബേൽ പ്രൈസ് എന്ന് പറയുന്നത് അല്ലേ? അപ്പം നൊബേൽ പ്രൈസ് ലഭിച്ചത് ആർക്കൊക്കെയാണ്? ഫെറൻസ് ക്രൂസ് ജർമ്മനി, പിയർ അഗോസ്റ്റനി അമേരിക്ക, അതേപോലെ തന്നെ ആനെ എൽ ഹാലിയർ, ഓക്കെ, ആനെ എൽ ഹാലിയർ സ്വീഡൻകാർ. അപ്പം ഫെറൻസ് ജർമ്മനി, ആ ഒരു എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതുണ്ടല്ലോ അല്ലേ, അപ്പം അത് വെച്ചിട്ട് ഓർത്ത് വയ്ക്കുക. പിയർ അഗോസ്റ്റനി, ഓക്കെ, പിയർ അഗോസ്റ്റനി അമേരിക്ക, ആനെ എൻ ഹാലിയർ സ്വീഡൻകാരിയാണ്. അപ്പോൾ ഏത് രാജ്യക്കാരാണ് എന്നുള്ളത് ഉറപ്പായാലും ഓർത്ത് വെച്ചിരിക്കുക. അതേപോലെ തന്നെ എന്തിന് ലഭിച്ചു? ഓക്കെ, കഴിഞ്ഞ പല എക്സാമുകളിലും കണ്ടിട്ടുള്ള, അതായത് കഴിഞ്ഞ ഇയറിലുണ്ടായിരുന്ന ഒരുപാട് എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ വളരെയധികം ടെസ്റ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ്? സൂക്ഷ്മ സ്പന്ദനമാണോ? അതിന് മുമ്പത്തെ, അതായത് 2022 ഫിസിക്സിൻ്റെ ടോപ്പിക്ക് വന്നിട്ട് അതാണോ? അപ്പോൾ ഇത് ഈ സൂക്ഷ്മ സ്പന്ദനം, പ്രകാശത്തിൻ്റെ സൂക്ഷ്മ സ്പന്ദനം എന്നുള്ളത് ഉറപ്പായാൽ ഓർത്തിരിക്കുക. ആ ഒരു ടോപ്പിക്ക്, അതായത് എന്തിനാണ് ഭൗതിക ശാസ്ത്രത്തിന് ഇവർക്ക് നൊബേൽ പ്രൈസ് ലഭിച്ചത് എന്നുള്ള കാര്യം ചോദിച്ചിരിക്കും. അപ്പോൾ ഇപ്പോൾ പേര് ഓർത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നമുക്കൊരു ചെറിയൊരു കോഡ് വെച്ചിട്ട് പഠിക്കാം. ഫ്രീ ആയിട്ട് ഓഗസ്റ്റിൽ ആനി പ്രകാശത്തിൽ സ്പന്ദനം സൃഷ്ടിച്ചു. ഫ്രീ ആയിട്ട് ഓഗസ്റ്റിൽ ആനി പ്രകാശത്തിൽ സ്പന്ദനം സൃഷ്ടിച്ചു. എന്താണ് ഫ്രീ ആയിട്ടെന്നുള്ളത്? ഫ്രൻസ് ക്രൂസ്, ഓക്കെ, പിയർ അഗോസ്റ്റനി. ഫ്രീ ആയിട്ട് ഓഗസ്റ്റിൽ ആനി പ്രകാശത്തിൽ സ്പന്ദനം. അപ്പോൾ ആ സൂക്ഷ്മ സ്പന്ദനം, അതിൻ്റെ ടോപ്പിക്ക് നമുക്ക് കിട്ടും, അതേപോലെ തന്നെ പേരുകളും. അപ്പോൾ ഭൗതിക ശാസ്ത്രം ഇനി മറക്കില്ലല്ലോ. ഫ്രീ ആയിട്ട് ഓഗസ്റ്റിൽ ആനി എന്ത് സൃഷ്ടിച്ചു? പ്രകാശത്തിൻ്റെ സൂക്ഷ്മ സ്പന്ദനം സൃഷ്ടിച്ചു. ഓക്കെ, ഇത് ഭൗതിക ശാസ്ത്രമാണ് എന്നുള്ളത് ഉറപ്പായാലും ഓർത്ത് വയ്ക്കുക. അതിന് വേണ്ടിയിട്ട് രസതന്ത്രമോ അല്ലെങ്കിൽ കെമിസ്ട്രി ആയിട്ട് മാറിപ്പോവാതിരിക്കാൻ രസതന്ത്രത്തിൽ ഇതുപോലെ കൗതുകമുള്ളൊരു കോഡുണ്ട്. ഓക്കെ, അപ്പോൾ കോഡ് വേണ്ട എന്നുള്ളവർ അതല്ലാതെ പഠിക്കാം കേട്ടോ. ജസ്റ്റ് എന്ന് വെച്ചാൽ അവിടെ എത്തുമ്പോഴത്തേക്കും, എക്സാം ഹോളിൽ കയറുമ്പോഴത്തേക്കും ഞാൻ പൊതുവേ കുട്ടികൾക്ക് കണ്ടിട്ടുള്ളതാണ്, ഭയങ്കര കൺഫ്യൂഷനായിരിക്കും പേരുകൾ. അയ്യോ, ഇത് കെമിസ്ട്രിക്കാണോ? ഈ പേര് ഓർമ്മയുണ്ടാവും, പക്ഷേ അത് ഫിസിക്സിനാണോ കെമിസ്ട്രിക്കാണോ എന്നുള്ള പ്രശ്നമായിരിക്കും വന്നിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഫെറൻസ് ക്രൂസ് ജർമ്മനി, പിയർ അഗോസ്റ്റനി, ആനെ എൽ ഹാലിയർ സ്വീഡൻ. ഓക്കെ, അപ്പോൾ ഫെറൻസ് ക്രൂസ് ജർമ്മനി, പിയർ അഗോസ്റ്റൻ അമേരിക്ക, ആനെ എൽ ഹാലിയർ സ്വീഡൻ. അപ്പോൾ ഇത് ഓർത്തിരിക്കാനുള്ള ടെക്നിക്ക് എന്താണ്? ഫ്രീ ആയിട്ട് ഓഗസ്റ്റിൽ ആനി സൂക്ഷ്മ സ്പന്ദനം, ഓക്കെ, പ്രകാശത്തിൻ്റെ സൂക്ഷ്മ സ്പന്ദനം സൃഷ്ടിച്ചു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കോഡ്. അപ്പോൾ നമുക്ക് ഫിസിക്സിൻ്റെ നോബൽ സമ്മാന ജേതാക്കളുടെ കാര്യങ്ങളായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും മനസ്സിൽ നിൽക്കും എന്ന് വിചാരിക്കുന്നു. അടുത്തത് നമ്മുടെ വൈദ്യശാസ്ത്രം. ഓക്കെ, കെമിസ്ട്രി അവിടെ നിൽക്കട്ടെ, അതിനൊപ്പം വൈദ്യശാസ്ത്രം കാറ്റലിൻ കാരിക്കോ, ഹംഗറിക്കാരനായ കാറ്റലിൻ കാരിക്കോ, ഡ്രൂ, ഓക്കെ, ഡ്രൂ ആണ്, ഡ്രൂ വെയ്സ്മാൻ അമേരിക്ക. ഓക്കെ, കാറ്റലിൻ കാരിക്കോ ഹംഗറിക്കാരിയാണ്,
ഡ്രൂ വെയ്സ്മാൻ അമേരിക്കക്കാരനാണ്. ഓക്കെ, ഇവർക്ക് എന്തിനാണ് ലഭിച്ചത്? നമുക്കറിയാം, നമ്മുടെ എപ്പോഴും എല്ലാ കറണ്ട് അഫയേഴ്സും ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ടോപ്പിക് ഉണ്ട് അല്ലേ? കഴിഞ്ഞ 2 വർഷം മുമ്പ് വന്ന ആ ഒരു COVID-19 എന്നുള്ള ആ ഒരു പാൻഡമിക് COVID-19-നെതിരായിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള mRNA, ഓർത്തിരിക്കുക, mRNA വാക്സിനുകൾ വികസിപ്പിക്കാൻ പ്രാപ്തമായ ന്യൂക്ലിയോടൈഡ് പരീക്ഷണങ്ങൾ. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയോടൈഡ് പരീക്ഷണങ്ങൾ വെച്ചിട്ടുള്ള നമ്മുടെ mRNA വാക്സിൻസ് എന്താണ്? വളരെ എഫക്റ്റീവാണ്. ഓക്കെ, അങ്ങനെയുള്ള mRNA വാക്സിനുകൾ വികസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ന്യൂക്ലിയോടൈഡ് പരീക്ഷണങ്ങൾക്കാണ് ആർക്കൊക്കെ വൈദ്യശാസ്ത്രത്തിന് നൊബേൽ ലഭിച്ചത്? കാറ്റലിൻ കാരിക്കോ, ഹംഗറിക്കാരിയായിട്ടുള്ള കാറ്റലിൻ കാരിക്കോയ്ക്കും ഡ്രൂ വെയ്സ്മാനും. ഓക്കെ, ആരൊക്കെയാണ്? കാറ്റലിൻ കാരിക്കോ, ഡ്രൂ വെയ്സ്മാൻ. അപ്പോൾ വൈദ്യശാസ്ത്രത്തിൽ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ്? കാറ്റലിൻ കാരിക്കോ ഹംഗറിക്കാരിയാണ്, അതുപോലെ തന്നെ ഡ്രൂ വെയ്സ്മാൻ അമേരിക്കക്കാരിയാണ്. എന്തിനാണ്? COVID-19-നെതിരായിട്ടുള്ള mRNA വാക്സിൻ വികസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ന്യൂക്ലിയോടൈഡ് പരീക്ഷണങ്ങൾ. ആ ന്യൂക്ലിയോടൈഡ് പരീക്ഷണങ്ങൾ എന്നുള്ളതും mRNA പുരസ്കാരം. അപ്പോൾ ഇത് വെച്ചിട്ട് വീണ്ടും നമുക്കറിയാം, വൈദ്യശാസ്ത്രത്തിൻ്റെ ആ പുരസ്കാരം 2 പേർക്ക് ഇവർക്ക് തന്നെയാണോ കിട്ടിയത്? ഇങ്ങനെയുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. നമുക്കൊരു കോഡ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഇതെന്തിന് കിട്ടിയെന്നുള്ളതും ഏതിനാണ് ഇവർക്ക് കിട്ടിയെന്നുള്ളതും പഠിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഒരു സിമ്പിൾ കോഡ് വയ്ക്കുക. കാലിൽ കീരി കടിച്ചാൽ വേസ്റ്റ് ആകാതെ വൈദ്യനെ കണ്ട് mRNA വാക്സിൻ വാങ്ങിക്കണം. അപ്പോൾ അതിൽ നിന്ന് തന്നെ വൈദ്യശാസ്ത്രമാണെന്നുള്ളത് നമുക്ക് കിട്ടും അല്ലേ? അപ്പോൾ കാറ്റലിൻ കാരിക്കോ, കാലിൽ കീരി കടിച്ചാൽ ആരാണ്? കാറ്റലിൻ കാരിക്കോ എന്നുള്ളതാണ് കാലിൽ കീരി. ഓക്കെ, അപ്പോൾ ഡ്രൂ വെയ്സ്മാൻ, ഓക്കെ, വേസ്റ്റ് ആകാതെ വൈദ്യനെ കണ്ട്, വൈദ്യശാസ്ത്രം എന്നുള്ളത്. പിന്നെ അതിൻ്റെ mRNA വാക്സിൻ വാങ്ങിക്കണം. ഓക്കെ, അപ്പോൾ വൈദ്യശാസ്ത്രത്തിനാണെന്നുള്ളത് അതിൽ നിന്ന് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ കാറ്റലിൻ കാരിക്കോ കാലിൽ കീരി കടിച്ചാൽ വേസ്റ്റ് ആകുക, ആ വെയ്സ്മാൻ. ഓക്കെ, വെയ്സ്മാൻ എന്നുള്ളതാണ് വേസ്റ്റ് ആകാതെ വൈദ്യനെ കണ്ട്, വൈദ്യശാസ്ത്രം, mRNA വാക്സിൻ വാങ്ങിക്കണം. അതിനുള്ള ആ ന്യൂക്ലിയോടൈഡ് എന്നുള്ള ആ ഒരു പരീക്ഷണവും കൂടെ ഓർത്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വൈദ്യശാസ്ത്രത്തിൻ്റെ കോഡ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയാണ്? കാലിൽ കീരി കടിച്ചാൽ വേസ്റ്റ് ആകാതെ വൈദ്യനെ കണ്ട് mRNA വാക്സിൻ വാങ്ങിക്കണം. അടുത്തത് രസതന്ത്രമാണ്, കെമിസ്ട്രിയാണ് അല്ലേ? മൗങ്കി ജി ബവൻഡ്, അമേരിക്ക. ഓക്കെ, മൗങ്കി ജി ബവൻഡ്, ലൂയിസ് ഇ ബ്രസ്, അമേരിക്ക. അതേപോലെ തന്നെ അലസ്കി യഖീമോവ്, അമേരിക്ക. 3 പേരും അമേരിക്കക്കാരാണ്. ആരൊക്കെയാണ്? മൗങ്കി ജി ബവൻഡ്, ലൂയിസ് ഇ ബ്രസ്, അലസ്കി യമിക്കോവ്. ആരൊക്കെയാണ്? മൗങ്കി ജി ബവൻഡ്, ലൂയിസ് ഇ ബ്രസ്, അലക്സി യമിക്കോവ്. ഓക്കെ, അത് എന്തിനാണ്? നാനോ ടെക്നോളജിയിലെ ചെറിയ കണങ്ങളായ ക്വാണ്ടം ഡോട്ട്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫിസിക്സിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിൽ ഒരുപാട് വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നൊരു സംഭവമാണ്. നമ്മുടെ LED അല്ലെങ്കിൽ LCD ഒക്കെ പോലെ തന്നെയുള്ള ഒരു കാര്യമാണ് ക്വാണ്ടം ഡോട്ട്സ്. ഈ ക്വാണ്ടം ഡോട്ട്സ് വികസിപ്പിച്ച ആൾക്കാർ ആരൊക്കെയാണ്? മൗങ്കി ജി ബവൻഡ്, ലൂയിസ് ഇ ബ്രസ്, അലക്സി യമിക്കോവ്. 3 പേരും എവിടത്തുകാരാണ്? നമ്മുടെ അമേരിക്കക്കാരാണ്. മൗങ്കി ജി ബവൻഡ്, ലൂയിസ് ഇ ബ്രസ്, അലക്സി യമിക്കോവ്. അപ്പോൾ ഇതും രസതന്ത്രത്തിനാണ് ഈ 3 പേരും എന്നുള്ളത് ഒന്ന് രസകരമായിട്ടൊരു കോഡിലൂടെ നമുക്ക് ഓർത്ത് വയ്ക്കാം. മൗഗ്ലി ബ്രോ നാനോ കാറിൽ അലക്കുന്നത് കാണാൻ രസമുണ്ട്. മൗഗ്ലി ബ്രോ നാനോ കാറിൽ അലക്കുന്നത് കാണാൻ രസമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഓർത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. ജസ്റ്റ് വേണ്ടാത്തവരത് സ്കിപ്പ് ചെയ്തോളാം. ഓക്കെ, മൗങ്കി ജി ബവൻഡ്, മൗഗ്ലി ബ്രസ് ബ്രോ, നമ്മുടെ നാനോ ടെക്നോളജി എന്നുള്ളത് നാനോ കാറിൽ അലക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. രസതന്ത്രമാണ് ഇത് എന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ എന്താണ്? മൗഗ്ലി ബ്രോ, മൗഗ്ലി എന്നുള്ളത് എന്താണ്? മൗങ്കി ജി ബവൻഡ്. അടുത്തത് ബ്രോ എന്താണ്? ലൂയിസ് ഇ ബ്രസ്. ഓക്കെ, നാനോ കാറിൽ, നാനോ ടെക്നോളജിയിലെ ക്വാണ്ടം ഡോട്ട്സ് എന്നുള്ളത്, നാനോ ടെക്നോളജി ക്വാണ്ടം ഡോട്ട്സ്. നാനോ കാറിൽ അലക്സി, അലക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. ഓക്കെ, അപ്പോൾ മൗഗ്ലി എന്നുള്ളത് ഓർക്കുക, പ്രോ നാനോ ടെക്നോളജി, പിന്നെന്താണ്? അലക്കുന്നത്. ഇതാണ് നമ്മുടെ കോഡ്. മൗഗ്ലി ബോ നാനോ കാറിൽ അലക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. മൗങ്കി ജി ബവൻഡ്, ലൂയിസ് ഇ ബ്രസ്, അലക്സി യമിക്കോവ്. ഓക്കെ, ഏതാണ് ടെക്നോളജി? നാനോ ടെക്നോളജിയിലെ ക്വാണ്ടം ഡോട്ടുകൾ വികസിപ്പിക്കുന്നതിനാണ്.
അടുത്തത് എന്താണ് ക്വാണ്ടം ഡോട്ട്സ്? ഓക്കെ, ഫിസിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത സ്റ്റേറ്റ്മെൻറ്റ്സ് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ സയൻസിൽ ഇല്ലേ, നമുക്കറിയാം ഫിസിക്സിലാണെങ്കിലും കെമിസ്ട്രിയിലാണെങ്കിലും വരാം, അതായത് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് ഫിസിക്സ്, സയൻസ്, ആ ഒരു സയൻസ് ആൻഡ് ടെക്നോളജി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കാൻ പറ്റിയ നല്ലൊരു ക്വസ്റ്റ്യനാണ് എന്താണ് ക്വാണ്ടം ഡോട്ട്സ് എന്നുള്ളത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള ആദ്യം പഠിക്കുക. കാഡ്മിയം സെലനൈഡ്, ലെഡ് സൾഫൈഡ്, എന്തൊക്കെയാണ് ക്വാണ്ടം ഡോട്ട്സിൽ അടങ്ങിയിരിക്കുന്നത്? എന്തൊക്കെയാണ്? കാഡ്മിയം സെലനൈഡ്, ലെഡ് സൾഫൈഡ് എന്നിവ കൊണ്ടാണ് ക്വാണ്ടം ഡോട്ട്സ് നിർമ്മിക്കുന്നത്. നമ്മുടെ ക്വാണ്ടം LED TV യിൽ ഉപയോഗിക്കുന്നതിനേക്കാൾ അതായത് ക്വാണ്ടം LED TV, ഇനിയിപ്പോൾ നമുക്കറിയാം LED TVനെ ഒന്നുകൂടെ വികസിപ്പിച്ച അല്ലെങ്കിൽ ഒന്നുകൂടെ നന്നാക്കി ഒരു QLED TV ആണ് ഇനി വരാൻ പോകുന്നത്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? നമ്മുടെ LED TVനേക്കാളും കുറച്ചുകൂടെ നല്ല രീതിയിൽ, അതായത് കുറച്ച് എന്താ പറയുക, ഒരു 3D എഫക്റ്റിൽ നല്ല കളർഫുള്ളായിട്ട് എല്ലാ കളേഴ്സും എൻഹാൻസ് ചെയ്ത് കാണിക്കാൻ പറ്റും. ഓക്കെ, മികച്ച നിറങ്ങൾ നൽകുന്നു എന്നുള്ളതാണ് QLED. നമ്മളിവിടെ ക്വാണ്ടം ഡോട്ട്സ് ഉപയോഗിച്ച ആ ഒരു അല്ലെങ്കിൽ കണ്ടുപിടിച്ച ആൾക്കാരെ പറ്റി നമ്മൾ പറഞ്ഞു അല്ലേ. എന്താണ് ക്വാണ്ടം ഡോട്ട്സ് കണ്ടുപിടിച്ചതിനാണ് ആർക്കൊക്കെ? മൗങ്കി ജി ഭവന്തനും ലൂയിസ് ബ്രാസിനും അലക്സി യെമിക്കോവിനും ഇപ്പം നൊബേൽ പ്രൈസ് കിട്ടിയെന്ന് വിളിച്ചു. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ ക്വാണ്ടം ഡോട്ട്സ് പഠിക്കുന്നത്. കാഡ്മിയം സെലനൈഡ്, ലെഡ് സൾഫൈഡ്. അപ്പോൾ ക്വാണ്ടം ഡോട്ടിൽ അടങ്ങിയിരിക്കുന്ന കണങ്ങൾ ഏതൊക്കെയാണ്? ഇതൊക്കെ നമ്മുടെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ഓക്കെ, കാരണം എപ്പോഴും കറണ്ട് അഫയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. സോ ഈശ്വര, ക്വാണ്ടം ഡോട്ടോ ഇതിൻ്റെ എന്തൊക്കെയാണ് ഉള്ളത്? അതിനുശേഷം വന്നിട്ട് പഠിക്കുന്നതിനേക്കാളും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആവുന്നതിനേക്കാളും നമുക്ക് ഇപ്പോഴേ പഠിച്ചു വയ്ക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ കാഡ്മിയം സെലനൈഡ്, ലെഡ് സൾഫൈഡ് എന്നിവ കൊണ്ടാണ് ക്വാണ്ടം ഡോട്ട്സ് നിർമ്മിച്ചിരിക്കുന്നത്. QLED TVയിൽ ഉപയോഗിക്കുന്നു. ഏതാണ് Q? ക്വാണ്ടം LED TV എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മികച്ച നിറങ്ങൾ, എൻഹാൻസ്ഡ് ആയിട്ടുള്ള നിറങ്ങൾ നൽകാൻ ഉപയോഗിക്കുന്നു. വലിപ്പത്തിൻ്റെ വ്യതിയാനം അനുസരിച്ച് നിയന്ത്രിക്കാമെന്നതാണ് പ്രത്യേകത. ഈ പ്രത്യേകത പഠിച്ചെന്നുള്ള ക്വാണ്ടം ഡോട്ട്സിൻ്റെ പ്രത്യേകത എന്താണ്? ഈ ഡിഫറെൻറ്റ് ക്വാണ്ടം ഡോട്ട്സിൻ്റെ വലിപ്പം അനുസരിച്ച് നിറം, അതിൻ്റെ ആ ഒരു LED എഫക്റ്റ്, എൻഹാൻസ്മെൻറ്റ്, കളർ എൻഹാൻസ്മെൻറ്റ്, ഇതെല്ലാം നിയന്ത്രിക്കാൻ വലിപ്പത്തിൻ്റെ വ്യതിയാനം അനുസരിച്ചാണ് നമ്മുടെ ക്വാണ്ടം ഡോട്ട്സ് നിയന്ത്രിക്കാൻ പറ്റുന്നത്. നമ്മൾ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടും അമ്ലത കണ്ടുപിടിക്കാനും താപനില കണ്ടുപിടിക്കാനും ഒക്കെ നമ്മുടെ ഈ ക്വാണ്ടം ഡോട്ട്സ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചികിത്സ, അമ്ലത, താപനില ഇതിനെല്ലാം വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവം തന്നെയാണ് എന്ത്? ക്വാണ്ടം ഡോട്ട്സ്. അടുത്തത് സാഹിത്യത്തിലെ നൊബേൽ പ്രൈസ്. ഒരാളേ ഉള്ളൂ, പ്രത്യേകിച്ച് കോഡൊന്നും വേണ്ട, അതുകൊണ്ട് ജോൺ ഫോസ്. 2023 സാഹിത്യത്തിന് ജോണിനാണ് പുരസ്കാരം ലഭിച്ചതെന്ന് ആലോചിക്കുക. ഏതാണ്? സാഹിത്യം. സാഹിത്യത്തിൽ ജോണിന് പുരസ്കാരം, ജോൺ ഫോസ്. ഓക്കെ, ആരാണ്? ജോൺ ഫോസിനാണ് സാഹിത്യത്തിൽ പുരസ്കാരം ലഭിച്ചത്. അദ്ദേഹം ഒരു നോർവേക്കാരനാണ്, നോർവീജിയൻ ആയിട്ടുള്ള എഴുത്തുകാരനാണ്. നോർവേയിൽ സംസാരിക്കുന്ന ഭാഷ ഏതാണ്? ഇംഗ്ലീഷ് ആണെങ്കിലും അവിടെ തന്നെ നോർവേക്കാരുടെ ഒരു പ്രാദേശിക ഭാഷയുണ്ട്, ഒരു ന്യൂനപക്ഷ ഭാഷയായിട്ടുള്ള നൈസോർക്സ്. എന്താണ്? നൈനോർക്സ്. എന്താണ്? ന്യൂനപക്ഷ ഭാഷയായ നൈനോർസ്ക് എന്ന ഭാഷയിലാണ് ഇദ്ദേഹം രചന നടത്തുന്നത്. ഓക്കെ, പറയാനാവാത്ത കാര്യങ്ങൾക്ക് ശബ്ദം നൽകിയ എഴുത്തുകാരൻ. പറയാനാവാത്ത കാര്യങ്ങൾക്ക് ശബ്ദം നൽകിയ എഴുത്തുകാരൻ എന്ന് സ്വീഡിഷ് ഏജ് അക്കാഡമി, ഓക്കെ, സ്വീഡിഷ് അക്കാഡമി വിശേഷിപ്പിച്ച എഴുത്തുകാരനാണ് ഇദ്ദേഹം. ആദ്യത്തെ നോവൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെഡ് ബ്ലാക്ക്. രണ്ട് കളറിനെ പറ്റിയാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം ഇട്ടിരിക്കുന്ന ഒരു റെഡ് ബ്ലാക്ക് ആണ് അല്ലേ. അപ്പോൾ ഇപ്പോൾ സാഹിത്യത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ജോൺ ഫോസിനാണ്. അദ്ദേഹം ഒരു നോർവീജിയൻ എഴുത്തുകാരനാണ്. ഇംഗ്ലീഷിലല്ല, അദ്ദേഹത്തിൻ്റെ നോർവേയിലെ ഒരു പ്രാചീന അല്ലെങ്കിൽ ഒരു പ്രാദേശിക ഭാഷയായിട്ടുള്ള നൈനോക്സ് എന്ന ഭാഷയിലാണ് അദ്ദേഹം രചന നടത്തുന്നത്. പറയാനാവാത്ത കാര്യങ്ങൾക്ക് ശബ്ദം നൽകിയ എഴുത്തുകാരൻ എന്ന സ്വീഡിഷ് അക്കാഡമി വിശേഷിപ്പിച്ച ആളാരാണ്? അത് ജോൺ ഫോസ് ആണ്. ജോൺ ഫോസിൻ്റെ ആദ്യത്തെ നോവൽ ഏതാണ്? അത് റെഡ് ബ്ലാക്ക് ആണ്. ഇനി അദ്ദേഹത്തിൻ്റെ ഒരു പ്രശസ്തമായിട്ടുള്ള നാടകമാണ് ആൻഡ് വി വിൽ നെവർ ബി പാർട്ടഡ്. ആൻഡ് വി വിൽ നെവർ ബി പാർട്ടഡ് എന്താണ് മീനിങ്? നമ്മൾ ഇനി ഒരിക്കലും പിരിയില്ല നാം അല്ലേ. അപ്പം ആൻഡ് വി വിൽ നെവർ ബി പാർട്ടഡ്. പ്രധാന രചകൾ ഏതൊക്കെയാണ്? സെപ്റ്റോളജി, ആലീസ് അറ്റ് ദ ഫയർ, സംവൺ ഈസ് ഗോയിങ് ടു കം, ആരെങ്കിലും വരാൻ പോകുന്നു. മെറ്റോണോളജി ട്രിലോജി, ആലീസ് അറ്റ് ദ ഫയർ. ഓക്കെ, അപ്പോൾ ആലീസ് അറ്റ് ദ ഫയർ, സെപ്റ്റോളജി, സംവൺ ഈസ് ഗോയിങ് ടു കം,
മെറ്റങ്കോളി അല്ല, ഇത് മെലോങ്കണിയാണ്. ഓക്കെ, മെലോങ്കളി, സെപ്റ്റോളജി, മെലോങ്കളി. മെലോങ്കളി എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഒരു നമുക്ക് ഇംഗ്ലീഷ് വൊക്കാബുലറിയിലൊക്കെ ഇത് ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യനാണ്. മെലോങ്കളീൻ്റെ മീനിങ് എന്താണ്? മെലോങ്കളി എന്ന് പറഞ്ഞാൽ ഡീപ്പായിട്ടുള്ളൊരു സാഡ്നെസ്, വളരെ എന്താ പറയുക, ഒരാവശ്യമില്ലാതെ ചില സമയം നമുക്കിരിക്കുമ്പോൾ ഒരു ആവശ്യമില്ലാതെ എന്തെങ്കിലും കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂസ് കണ്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിൽ വെറുതെ ഒരു മഴയൊക്കെ കാണുമ്പോഴത്തേക്കും അയ്യോ എന്ന് പറഞ്ഞിട്ടൊരു ഡീപ്പ് സാഡ്നെസ്, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നൊരു സാഡ്നെസ് ഇല്ലേ, എല്ലാവർക്കും ഉണ്ടാവും അല്ലേ, നമ്മളൊക്കെ മനുഷ്യരല്ലേ. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ആ ഒരു ഡീപ്പ് സാഡ്നെസ്, അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെടൽ വരുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ അല്ലാതെ തന്നെ ആൾക്കാരുടെ ഇടയിലിരിക്കുമ്പോൾ പോലും തന്നെ ആവശ്യമില്ലാതെ ഒരു ദുഃഖം വരാറുണ്ട് അല്ലേ. അതിനാണ് ഒരു മെലങ്കളി, ഡീപ്പായിട്ടുള്ളൊരു സാഡ്നെസ് വിത്തിൻ ദ പേഴ്സൺ. ഓക്കെ, അതിനെയാണ് മെലങ്കളി എന്ന് പറയുന്നത്. പ്രശസ്ത നാടകമാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കൃതി ഏതാന്ന് പറഞ്ഞു? നമ്മുടെ ജോൺ ഫോസിൻ്റെ റെഡ് ബ്ലാക്ക്. ഓക്കെ, റെഡ് ബ്ലാക്ക് ആണ് പ്രശസ്ത നാടകം. ഏതാണ്? ആൻഡ് വി വിൽ നെവർ ബി പാർട്ടഡ്, നമ്മൾ ഒരിക്കലും പിരിയില്ല. ഓക്കെ, ഇനി പ്രധാന രചനകൾ ഏതൊക്കെയാണ്? സെപ്റ്റോളജി, ആലീസ് അറ്റ് ദ ഫയർ, സംവൺ ഈസ് ഗോയിങ് ടു കം. ഓക്കെ, സെപ്റ്റോളജി, സംവൺ ഈസ് ഗോയിങ് ടു കം, മെലോങ്കളി ട്രിലോജി. ഓക്കെ, മെലങ്കളി ട്രിലോജിയാണ് കേട്ടോ ഫുൾ നെയിം, ആലീസ് അറ്റ് ദ ഫയർ. അടുത്തത് സാമ്പത്തിക ശാസ്ത്രം. ഇത് എല്ലാവർക്കും ഓർക്കാൻ പെട്ടെന്ന് പറ്റും ഇല്ലേ? സാമ്പത്തിക ശാസ്ത്രം, ഗോൾഡ്. ഓക്കെ, സമ്പത്ത് എന്ന് പറഞ്ഞാലേ ഗോൾഡാണ് അല്ലേ. ഇപ്പോൾ നമുക്ക് നമ്മുടെ കേരളത്തിലാണെങ്കിലും വീട്ടമ്മമാരുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് എന്താണ്? അവരുടെ കയ്യിലുള്ള ചെറിയ ആഭരണങ്ങൾ, സ്വർണ്ണാഭരണങ്ങളായിരിക്കും അല്ലേ. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രം ആർക്കാണ് കിട്ടിയത്? ക്ലൗഡിയ ഗോൾഡ്ലിൻ. അതായത് നമ്മുടെ തൊഴിൽ മേഖലകളിൽ സ്ത്രീകൾക്ക് എത്ര പ്രാതിനിധ്യമുണ്ടെന്ന് സംബന്ധിച്ച ആ ഒരു ഗവേഷണത്തിന്. ഓക്കെ, സ്ത്രീകൾക്ക് ഇപ്പം നമുക്കറിയാം പല നാടുകളിലും സ്ത്രീകൾക്ക് വലുതായിട്ട് പ്രാതിനിധ്യം, ജോബ് പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ ജോലികളിൽ സ്ത്രീകൾക്ക് ഒരു സെക്കൻഡ് സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ അതുപോലെ ഒരു എന്താ പറയുക പരിഗണന കുറവ് ലഭിക്കാറുണ്ട് അല്ലേ. അവരുടെ ജോലിക്ക് ഈക്വലായിട്ടുള്ള ഒരു സാലറി നൽകാതെയുള്ള ഒരുപാട് രാജ്യങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ പല രാജ്യങ്ങളിലും ഇപ്പോൾ നമുക്ക് ഈവൻ അഫ്ഗാനിസ്ഥാനിൽ നോക്കിയാൽ അറിയാം അല്ലേ, സ്ത്രീകൾക്ക് പഠിക്കാനോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ജോലി ചെയ്യാനോ ഉള്ള അവസരങ്ങളൊന്നും അങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഇല്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ഹാഫ് ഓഫ് ദ സിറ്റിസൺ വിൽ ബി ഇൻസൈഡ് ദ ഹോം അല്ലേ. ഒരു വീട്ടിൻ്റെ ഉള്ളിൽ ഒതുങ്ങിപ്പോവും പെണ്ണുങ്ങൾ. അതായത് നമ്മുടെ പോപ്പുലേഷൻ്റെ പകുതി ആൾക്കാർ ഒരു ജോലിയും ചെയ്യാത്ത, പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു വർക്കും ചെയ്യാത്ത ആൾക്കാരായിട്ട് മാറും. അത് എന്തിനെ ബാധിക്കും? രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ തന്നെ ബാധിക്കും അല്ലേ. അപ്പോൾ ഇതിനെ പറ്റിയൊക്കെ ഒരു പഠനം നടത്തിയ ആളാണ് ആര്? ക്ലൗഡിയ ഗോൾഡ്ലിൻ, അമേരിക്ക. ഓക്കെ, അമേരിക്കക്കാരിയായിട്ടുള്ള ക്ലൗഡിയ ഗോൾഡ്ലിൻ. ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സാമ്പത്തിക ശാസ്ത്രവുമായിട്ട് റിലേറ്റ് ചെയ്ത് ഓർത്ത് വയ്ക്കാം. അടുത്തത് സമാധാനം. ഓക്കെ, നർഗീസ് മുഹമ്മദ്. ആർക്കാണ് സമാധാനത്തിന് ഇപ്രാവശ്യം നൊബേൽ സമ്മാനം ലഭിച്ചത്? ഇറാൻ മാധ്യമ പ്രവർത്തകയായിട്ടുള്ള നർഗീസ് മുഹമ്മദിനാണ്. ഓക്കെ, മാർഷ അമീനി, ഇവരുമായിട്ട് ഇതെന്തെങ്കിലും ബന്ധമുണ്ടോ? മാർഷ അമീനി എന്ന് പറഞ്ഞാൽ ഒരു 22കാരിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തതിന് അവരിപ്പോൾ ടെഹ്റാൻ ജയിൽ, നമ്മുടെ ഇറാനിലുള്ള ഒരു സ്ഥലമാണ് അല്ലേ ടെഹ്റാൻ. ആ ടെഹ്റാൻ ജയിലിൽ കഴിയുന്ന ഒരു മാധ്യമ പ്രവർത്തകയാണ് ആര്? നർഗീസ് മുഹമ്മദ്. ആരാണ്? സമാധാനത്തിന് നർഗീസ് മുഹമ്മദിനാണ് ഇപ്രാവശ്യം ലഭിച്ചിരിക്കുന്നത്. ഇത് ഒരു കുറച്ച് ഇതാണ്, ഒരുപാട് ജനശ്രദ്ധ ആകർഷിച്ച ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ ഇറാൻ മാധ്യമ പ്രവർത്തകയായിട്ടുള്ള നർഗീസ് മുഹമ്മദ്. ഓക്കെ, അപ്പം നർഗീസ് മുഹമ്മദ് ഇപ്പോൾ എവിടെയുള്ളത്? ടെഹ്റാൻ ജയിലിലാണ്. അപ്പോൾ മാർഷ അമീനി എന്ന് പറഞ്ഞാൽ 22 വയസ്സുള്ള ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആളുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞാണ് ഇവരെ പിടിച്ചുകൊണ്ട് പോയി ജയിലിലിടുന്നത്. ഒരു സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് എന്താ കുഴപ്പം ഇല്ലേ? ഒരുപാട് എന്താ പറയുക സാംസ്കാരികമായിട്ടുള്ള ചട്ടക്കൂട്ടുള്ള സ്ഥലമാണ് ഇറാൻ അല്ലേ. അപ്പോൾ ഈ മാർഷ അമിനി എങ്ങനെ മരിച്ചു എന്നുള്ളതാണ് അവിടെ ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, ഇതിനു മുമ്പ് ഞാനൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പർദ്ദ ധരിക്കുന്നതിന് അല്ലെങ്കിൽ പർദ്ദ തലയിൽ ധരിച്ചപ്പോഴത്തേക്കും പ്രോപ്പറായിട്ട് ആ ഹിജാബ് ധരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് പോലീസുകാരെന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ജയിലിൽ വെച്ച് കൊല്ലപ്പെടുകയും ചെയ്ത ആളാണ് മാർഷ അമീനി. ഓക്കെ, അപ്പോൾ ഒരു പർദ്ദ ധരിച്ചില്ല എന്നതിൻ്റെ പേരിൽ ദാരുണമായിട്ട് കൊല്ലപ്പെടുകയാണ് അവർ ചെയ്തത്. അപ്പോൾ ആ ഒരു മാർഷ അമീനി എന്ന 22കാരിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തതിനാണ് ആര്? ഇറാൻ മാധ്യമ പ്രവർത്തകയായിട്ടുള്ള നർഗീസ് മുഹമ്മദ് ഇപ്പോൾ കാരാഗൃഹത്തിൽ. അതായത് അവിടുത്തെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനും അതേപോലെ തന്നെ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയ ഒരാളാണ്
നർഗീസ് മുഹമ്മദ്. 2023 UN പ്രസ് ഫ്രീഡം അവാർഡ് ലഭിച്ചതും ആർക്കാണ്? നമ്മുടെ നർഗീസ് മുഹമ്മദിനാണ്. ഇനി നമ്മുടെ നോബൽ പ്രൈസിൻ്റെ പുതുക്കിയൊരു തുകയാണ് എത്ര? 1.1 കോടി സ്വീഡിഷ് ക്രോണ. എന്താണ്? സ്വീഡിഷ് ക്രോണ. സ്വീഡൻ്റെ കറൻസിയാണ് അല്ലേ ക്രോണ, സ്വീഡിഷ് ക്രോണ. അപ്പോൾ നർഗീസ് മുഹമ്മദ് സമാധാനത്തിന് പുരസ്കാരം ലഭിച്ച ഇറാൻ മാധ്യമ പ്രവർത്തകയാണ്. മാർഷ അമീനി എന്ന 22-കാരിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തതിനാണ് അവർക്ക് ടെഹ്റാൻ ജയിലിൽ കഴിയുന്നത്. 2023 പ്രസ് ഫ്രീഡം മാധ്യമപ്രവർത്തകരെ UN പ്രസ് ഫ്രീഡം അവാർഡ് ലഭിച്ചതും ആർക്കാണ്? നമ്മുടെ നർഗീസ് മുഹമ്മദിനാണ്. നർഗീസ് മുഹമ്മദ്. അപ്പോൾ ആ പേര് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നോബൽ സമാധാനത്തിൻ്റെ പേര് പറഞ്ഞിട്ട് പോയാൽ പോരെ ഇവർക്ക് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഒന്നും മനസ്സിൽ വരരുത് കേട്ടോ. ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എങ്ങനെ വേണമെങ്കിലും ടെസ്റ്റ് ചെയ്ത് നമ്മുടെ PSC ചോദിക്കാറുണ്ട് ഇപ്പോൾ. അതുകൊണ്ടാണ് നോബൽ സമ്മാനം പേര് മാത്രം. പണ്ട് പേരൊക്കെ പഠിച്ചാൽ മതിയായിരുന്നു, ഇപ്പം അങ്ങനെ പഠിച്ചാൽ മതിയോ? പോരാ. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തിനു ചെയ്തു, നമ്മളിപ്പോൾ കറണ്ടായിട്ട് അറിയുന്നത്, കറണ്ടായിട്ടുള്ള നോളജുകളെല്ലാം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പത്രം വായിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം ഇങ്ങനെയുള്ള വിവരങ്ങൾ ഒക്കെ അതിലുണ്ടാവും അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുമായിട്ട് നമുക്ക് പിന്നെ കാണാം.